നമസ്തേ. മുടി ആരോഗ്യത്തോടെ നിലനിർത്താനും പുതിയ മുടികൾ വളരേണ്ടതിനും മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ മാറുവാനും സ്ഥിരമായ പരിചരണവും പ്രകൃതിദത്ത മാർഗങ്ങളും വളരെ പ്രധാനമാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില ഫലപ്രദമായ മുടി സംരക്ഷണ രീതികൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. മുടിയിൽ എണ്ണ പുരട്ടുമ്പോൾ സാവധാനത്തിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. തൽഫലമായി ഹെയർ ഫോളിക്കിളിൽ രക്തവും പോഷകങ്ങളും ലഭിക്കുകയും മുടി വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യുന്നു. ഇതിനായി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങ ചിരകി മിക്സിയിൽ അരച്ചതിനു ശേഷം വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചിരുന്നാൽ വെള്ളവും പാലും തമ്മിൽ വേർപിരിയും. മുകളിലുള്ള പാൽ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കി എണ്ണ എടുക്കാവുന്നതാണ്. ഇപ്രകാരം എടുക്കുന്ന എണ്ണയെ ഉരുക്കെണ്ണ എന്ന് പറയാറുണ്ട്. ഇത് തലയിൽ തേക്കാനും മുഖത്തും ശരീരത്തിലും പുരട്ടാനും ഉപയോഗിക്കാറുണ്ട്. ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും സമം എടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതും മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ചില സമയങ്ങളിൽ കൈതോന്നി അഥവാ കയ്യൂന്യം ഇട്ട് കാച്ചിയ എണ്ണ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കൈതോന്നി മിക്സിയിൽ അരച്ച് എടുത്ത നീരും സമം വെളിച്ചെണ്ണയും ചേർത്ത് അടുപ്പിൽ വെച്ച് ഇളക്കുക. എണ്ണ തെളിയുന്നതുവരെ, അതായത് അതിൻ്റെ മട്ട് കയ്യിലെടുത്ത് തിരുമുമ്പോൾ മണൽ തിരുമിയാൽ എങ്ങനെ ഫീൽ ചെയ്യുമോ അതുവരെ, അതിന് മണൽ പരുവമാകുന്നതുവരെ തിളപ്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അത് തണുത്തതിന് ശേഷം അരിച്ച് സൂക്ഷിക്കുക. ഞാൻ കൈവിരലുകളിൽ അല്പം എടുത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാറാണ് പതിവ്. നേരത്തെ എനിക്ക് വളരെ നീളത്തിൽ മുടിയുണ്ടായിരുന്നു. പിന്നെ ജീവിതശൈലികൾ മാറിയപ്പോഴും തിരക്കുകൾ വർദ്ധിച്ചപ്പോഴും മുടി ശ്രദ്ധിക്കാതെ വളരെയധികം കൊഴിഞ്ഞുപോയി. എന്നാൽ ചില മാസങ്ങളായി സ്ഥിരമായ ഒരു റുട്ടീൻ കാരണം വീണ്ടും പുതിയ മുടികൾ ധാരാളമായി വരുന്നുണ്ട്. മുടി വളർച്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുകയില്ല. ഒരു മാസം 1 സെന്റിമീറ്റർ മാത്രമേ വളരുകയുള്ളൂ. റെഗുലറായും മടുത്തു പോകാതെയും കെയർ ചെയ്താൽ നിശ്ചയമായും മുടി വളരും എന്നതാണ് എൻ്റെ അനുഭവം. ആദ്യകാലങ്ങളിൽ ഞാൻ വെളിച്ചെണ്ണയും കൈതോന്നി എണ്ണയും മാറി മാറിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എല്ലാ 3 ദിവസം കൂടുമ്പോഴും ചെമ്പരത്തിയില താളിയിട്ട് മുടി കഴുകുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ എണ്ണയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നത് ഉലുവയും ഫ്ലാക്സ് സീഡും അരച്ച് അതിൻ്റെ നീരെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയും. ഉലുവയിലുള്ള പ്രോട്ടീൻ ഹെയർ ഗ്രോത്തിന് ആവശ്യമായ കെരറ്റിൻ ഉണ്ടാകാനായി സഹായിക്കുന്നു. വൈറ്റമിൻ B3 സ്കാൽപ്പിൽ രക്തഓട്ടം കൂടുകയും അങ്ങനെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുകയും ഹെയർ ഫോളിക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ജെല്ല് പോലെയുള്ള അതിലുള്ള സബ്സ്റ്റൻസ് കണ്ടീഷണറായി ആക്ട് ചെയ്യുന്നു. മുടി കൊഴിച്ചിലിനെ തടയുന്നു. ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും അതിൽ അടങ്ങിയിരിക്കുന്നു. ഫ്ലാക്സ് സീഡിലുള്ള omega-3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, പ്രോട്ടീൻ എല്ലാം ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലാക്സ് സീഡ് ജെൽ മോയ്സ്ചറൈസറായും കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ആലോവേര ജെല്ലാണ്. അലോവേര കട്ട് ചെയ്ത് അല്പസമയം വെള്ളത്തിലിടുക. അപ്പോൾ അതിലുള്ള മഞ്ഞ ദ്രാവകം ഒഴുകിപ്പോകുന്നു. പിന്നെ അത് ക്ലീൻ ആവുകയും ചെയ്യുന്നു. ഈ മഞ്ഞ ദ്രാവകം ചൊറിച്ചിലുണ്ടാക്കുന്നതിനാലാണ് അതിനെ കഴുകിക്കളയേണ്ടത്. അതിനുശേഷം അത് നടുവേ പിളർന്ന് ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ജെല്ല് പുറത്തെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ച് അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. അലോവേരയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B12ഉം ഫോളിക് ആസിഡും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് പുതിനയില അരച്ച് അതിൻ്റെ വെള്ളം തലയിൽ തേക്കാറുണ്ട്. പുതിനയില, അതായത് മിൻറ്റ് ലീവ്സ്, അതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഹെയർ ഫോളിക്സിനെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന മെന്തോൾ രക്തക്കുഴലുകൾ വികസിക്കാനും അപ്രകാരം ധാരാളം രക്തം തലയോട്ടിയിൽ വരുവാനും ഹെയർ ഫോളിക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെയും അത് സഹായിക്കുന്നു. മിനോക്സിഡിൽ എന്ന മരുന്നിനേക്കാളും കൂടുതൽ ഇഫക്റ്റ് ഇത് നൽകുമെന്ന് ശാസ്ത്രീയമായി പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുള്ളതാണ്. മിനോക്സിഡിൽ കെമിക്കൽ ഹെയർ ഗ്രോത്ത് കൂട്ടുന്നതിനുള്ള മരുന്നാണ് മിനോക്സിഡിൽ. അതിനേക്കാളും എഫക്റ്റീവാണ് പുതിനയിലയുടെ വെള്ളമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കട്ടിയായ കഞ്ഞിവെള്ളം ഒരു ദിവസം വെച്ചിരുന്ന് തലയിൽ തേക്കുന്നത് മുടി നീളം വയ്ക്കാൻ സഹായിക്കും. റോസ്മേരി വെള്ളം മറ്റൊരു മുടി വളർച്ച സഹായിയാണ്. റോസ്മേരി വെള്ളത്തിലിട്ട് ഒരു ദിവസം അടച്ചു വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് മുടിയിൽ സ്പ്രേ ചെയ്യുകയും മസാജ് ചെയ്യുകയും വേണം.
പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ 1 സ്പൂൺ റോസ്മേരി വെള്ളത്തിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് അവക്കാഡോ. അവക്കാഡോയുടെ സീഡ് ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം 1 സ്പൂൺ റോസ്മേരിയും 1 സ്പൂൺ ഗ്രാമ്പൂവും വെള്ളത്തിലിട്ട് 1 ദിവസം കുപ്പിയിൽ അടച്ചു വയ്ക്കുക. പിറ്റേന്ന് അരിച്ചെടുത്ത് തലയിൽ സ്പ്രേ ചെയ്യുക. ഇവയിൽ ഏതെങ്കിലുമൊക്കെ ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിച്ചാൽ നിശ്ചയമായും മുടി വളരുന്നതായിരിക്കും. കഴിവതും ചെമ്പരത്തിത്താളി ഉപയോഗിച്ച് മുടി കഴുകുക. ചെമ്പരത്തിത്താളി ഉണ്ടാക്കാൻ ഇലയും പൂവും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഷാമ്പു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഷാമ്പുവിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ഞാൻ ഉപയോഗിക്കാറ്. അത് റെയറായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മസാജ് ചെയ്യുമ്പോൾ വിരലുകൾ തലയോട്ടിയിൽ അമർത്തി മുടി വലിയുകയോ പൊട്ടുകയോ ചെയ്യാത്ത രീതിയിൽ മസാജ് ചെയ്യണം. ഞാൻ അല്പം ഓയിൽ വിരൽത്തുമ്പിൽ പുരട്ടിയിട്ടാണ് മസാജ് ചെയ്യുന്നത്. ഷവറിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം തലയിൽ ഒഴിക്കുന്നത് മുടി കൊഴിച്ചിൽ കൂട്ടുന്നതായി ഞാൻ ശ്രദ്ധിച്ചതിനാൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചാണ് തല കഴുകുന്നത്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ ഏത് പ്രായത്തിലുള്ളവർക്കും സാമാന്യം ഭേദപ്പെട്ട മുടി വളർച്ചയുണ്ടാകും. മുടി കൊഴിച്ചിൽ ശമിക്കുകയും ചെയ്യും. ഏത് കാര്യവും ചില ദിവസങ്ങൾ ചെയ്ത് വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല. തുടർച്ചയായി ചെയ്യുന്നതിലാണ് കാര്യം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുടി വളർന്നോ എന്ന് കണ്ണാടിയിൽ നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുകയില്ല. ചില മാസങ്ങൾ കൊണ്ട് വ്യത്യാസമുണ്ടാകും. ഒന്നുകൂടി പറയട്ടെ, മുടിയിൽ ഞാൻ ഡൈ ഉപയോഗിക്കാറില്ല. മൈലാഞ്ചിപ്പൊടി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വച്ചിരുന്ന് അത് തലയിൽ തേക്കും. അടുത്ത 2 ദിവസങ്ങളിൽ നീലയമരിപ്പൊടി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് അത് തലയിൽ തേക്കും. മാക്സിമം 1 മണിക്കൂർ മാത്രമേ എന്തും തലയിൽ വയ്ക്കാറുള്ളൂ. ചിലർ മുട്ട ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്മെൽ എനിക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നല്ലൊരു ഹെയർ ഗ്രോത്ത് മാസ്ക് ആണ്. ധാരാളം വെള്ളം കുടിക്കുക. ഹെൽത്തിയായ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മത്സ്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുക. ശരിയായ ഉറക്കം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ഉറക്കത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോൺ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. മേൽ പറഞ്ഞവയെല്ലാം ഏതു പ്രായത്തിലുള്ളവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.